പുതിയ പ്രതീക്ഷകളുടെ ചക്രവാളങ്ങൾ തുറക്കുന്നു എന്നാണ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിൻ്റെ ആദ്യ വാക്കുകൾ. പുതിയ ചക്രവാളങ്ങളിലാണ് അങ്ങയുടെ പ്രതീക്ഷയല്ലേ? തീർച്ചയായിട്ടും പ്രതിസന്ധികൾ ഒരിക്കലും സഭയുടെ മുൻപിലെ ഒരു പുതിയ കാര്യമല്ല. എന്നും സഭയ്ക്ക് പ്രതിസന്ധികളുണ്ട്. അതെല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയാണ്. കുടുംബങ്ങളാണെങ്കിലും സമൂഹങ്ങളാണെങ്കിലും ഒക്കെ പ്രതിസന്ധികളുണ്ടാകും. പക്ഷെ ആ പ്രതിസന്ധികളൊന്നിൻ്റെ അവസാനമല്ല. അത് പരിഹരിച്ച് പുതിയ ഒരു കാൽവെപ്പെടുക്കാൻ നമുക്ക് കഴിയണം. സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ സമുദായ സഭാ വിഭാഗങ്ങളിൽ ഒന്ന്. പക്ഷേ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളിത്തർക്കം പോലുള്ള ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അങ്ങ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ തർക്ക വിതർക്കങ്ങളുടെ ഉള്ളുകളികളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഹൈദരാബാദിലാണ് എൻ്റെ രൂപത. ഞാൻ ഈ സിനഡിൽ പങ്കെടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷേ ഈ നിയോഗം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ അത് ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ലെന്നും എനിക്കറിയാം. എല്ലാവരുടെയും സഹകരണവും എല്ലാവരുടെയും വിട്ടുവീഴ്ചകളും എല്ലാവരുടെയും പരസ്പര കൈകോർക്കലും ഉണ്ടാകും. അപ്പോഴേ ഇത് തീരുള്ളൂ. അത് തീർക്കും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റഡോ കേപ്പബിളോ ഒന്നുമല്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു ആളെ ആയിരിക്കാം ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനിതിനെ എൻ്റെ കഴിവിൽ ആശ്രയിച്ചിട്ടല്ല, എല്ലാവരുടെയും സഹകരണത്തിൽ ആശ്രയിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് എത്തിച്ചേരുമെന്ന് കരുതിയിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ? ഈ സിനഡ് എന്ന് പറയുന്ന ഒന്നിച്ച് നടക്കുന്നതാണ്. ഇവിടുത്തെ പിതാക്കന്മാരെല്ലാവരും ഒന്നിച്ച് നടക്കാൻ എന്നോട് പറയുമ്പോൾ ആ വഴിയിൽ മുള്ളുണ്ടോ കല്ലുണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ എല്ലാ പിതാക്കന്മാരും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ഞാനും നടക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത് തൃശ്ശൂർ അതിരൂപതയിൽ സഹായമെത്രാനായിരുന്നു, റെക്ടറായിരുന്നു. മാത്രമല്ല വലിയൊരു പ്രദേശത്തിൻ്റെ ചുമതലയുള്ള രൂപതയിൽ അധ്യക്ഷനായിരുന്നു. അത് എത്രമാത്രം പ്രയോജനകരമാകും? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിവുകൊണ്ട് ഉയർത്തപ്പെട്ട ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവുകേടാണ് എൻ്റെ കഴിവ്. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ളവർക്ക് എന്നെ സഹായിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് എനിക്ക് നല്ലോണമുണ്ട്. അതുകൊണ്ട് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഭംഗിയായി കഴിയും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ആദ്യ ദിവസം മുതൽ അദ്ദേഹം പുലർത്തുന്നത്. ജോയ് സിയാറിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.